ഹലോ ഗൈസ്, ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങൾ ഏകദേശം മോർണിംഗ് ഒരു 10 മണി ആയിട്ടുണ്ടാവും കേട്ടോ പോണ്ടിച്ചേരി എത്തിയിട്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ റൂമിലേക്കാണ്. റൂമെന്ന് പറയുമ്പോൾ ഒരു ഹൗസാണ്. ഹൗസ് ഒരു 3 ദിവസത്തേക്ക് ഞങ്ങൾ റെൻറ്റിന് എടുത്തതാണ്. അറിയുന്ന ആളായതുകൊണ്ട് അവരോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞങ്ങൾ നേരെ അവിടെ എത്തി. അവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഞങ്ങൾ ലഞ്ച് ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നു കുറച്ചൊരു അരമണിക്കൂറെങ്കിലും ഏകദേശം എടുത്തിട്ടുണ്ടാവും ഒരു ലഞ്ച് ഓർഡർ ചെയ്തിട്ട് സാധനം ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ വിശന്ന് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വിശന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡ് വന്നതിന് ശേഷം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ബീച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യം ഈഡൻ ബീച്ചിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത്. പിന്നെ പോണ്ടിച്ചേരി ബീച്ച്, പിന്നെ മെറീന ബീച്ച്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ടൈം മൂന്നും സെറ്റ് ആവുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ അവിടെ നിന്നോടും. ഫസ്റ്റ് ഞങ്ങൾ ഈഡൻ ബീച്ചിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ ഫാമിലീസ് ആണെങ്കിലും അവർക്ക് ഫുഡൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അധികം ഫോറിൻസ് ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് അവിടെ ഉള്ളത്. മലയാളീസ് കുറവാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത്. പോണ്ടിച്ചേരിയിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ ആണെങ്കിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ടത് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ അരിനെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ ഈ മീൻ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫിഷ് ഐറ്റംസ് അവിടുന്ന് തന്നെ അവർ വളർത്തുന്നതെന്ന് തോന്നുന്നു. അവിടുന്ന് തന്നെ അവർ അതെടുത്തിട്ട് ഫ്രഷ് മീനാണ്. പിന്നെ മുളകൊക്കെ ഇട്ട് തേച്ചിട്ട് അവിടെ ഇങ്ങനെ വെക്കും. നമ്മൾ പറയുന്ന രീതിക്ക് അവർ ഉണ്ടാക്കി തരും കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫാമിലീസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ അവിടുന്ന് വാങ്ങിച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കാൻ നിന്നിട്ടില്ല. പിന്നെ പൊട്ടാറ്റോ ഫ്രൈ, അതുപോലെ തന്നെ കോളിഫ്ലവർ, അതുപോലെ തന്നെ ഫുഡ്, അതായത് നമ്മുടെ നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ മുൻപിൽ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുൻപിൽ തന്നെയാണ് ഒരുപാട് ആൾക്കാർ അത് കഴിക്കുന്നതും. എല്ലാം ഞങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളാകെ ആ ഉപ്പിലിട്ട സാധനങ്ങൾ മാത്രമേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഐറ്റംസ് ഒന്നും നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിന്നു. അവിടുന്ന് ഞങ്ങൾ പുറത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പോണ്ടിച്ചേരി ബീച്ചിലേക്കാണ്. പോണ്ടിച്ചേരി ബീച്ചിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പോയത് പോണ്ടിച്ചേരി ബീച്ചിലാണ്. അവിടെയാണെങ്കിൽ ഞങ്ങൾ പോണ്ടിച്ചേരി വരുന്ന സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ അധികം അവിടെ പോവാറുണ്ട്. നമ്മൾ പോണ്ടിച്ചേരി വരുമ്പോൾ അവിടെ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ അധികം അവിടെ പോവാറുണ്ട്. ഈവനിങ് ടൈമൊക്കെ അവിടെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പോകുമ്പോഴും ആ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സൺഡേ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടാവും. പിന്നെ നമ്മുടെ ബീച്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരുപാട് പള്ളികൾ, നമ്മൾ നല്ല ഭംഗിയുള്ള പള്ളികളൊക്കെ ഒരുപാട് കാണാം നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റൂ. ഇതിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ബീച്ച് വരുന്നുണ്ട്. ആ ബീച്ച് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരുപാട് പീടികകളുണ്ട്, അതായത് ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോസും അതുപോലെ തന്നെ റീൽസും എടുത്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ കാണാം കേട്ടോ, എനിക്ക് തോന്നുന്നു വ്ലോഗ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. മലയാളീസൊന്നുമല്ല, ഇങ്ങനെ വീഡിയോ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് സംസാരിച്ചിട്ട് പോകുന്ന കാണാം. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഞങ്ങളൊരു പള്ളി കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞങ്ങളവിടെ നോക്കി നിന്ന് പോയത്. ഞങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ആ പള്ളീൻ്റെ ചുറ്റും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഫുള്ള് ഡെക്കറേഷനാണ്. ഫുൾ ലൈറ്റും ഡെക്കറേഷനും ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പള്ളി കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പള്ളീൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്.
അവിടെ ഒരുപാട് അലങ്കാരമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം പള്ളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്തും അതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് നല്ല സൈലൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ആരും സംസാരിക്കാനൊന്നും പാടില്ല. പക്ഷേ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മെറീന ബീച്ചിലാണ്. മെറീന ബീച്ചിൽ ശരിക്കും ഒരു ഈവനിങ് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് പോണ്ടിച്ചേരി ബീച്ചിൽ പോയതുകൊണ്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ പോയത് ഫുഡ് സ്പോട്ടിലേക്കാണ്. അതായത് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയയിലാണ് തോന്നുന്നു ഒരുപാട് ആൾക്കാരുള്ളത്. പിന്നെ ഞങ്ങൾ എന്താക്കി അവിടെ ഒരുപാട് റൈഡ് കാണാം കേട്ടോ. അതായത് കുട്ടികളാണെങ്കിലും പിന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ റൈഡിലൊക്കെ കയറുന്നത് കാണാം. പിന്നെ ഈ ഒരു ട്രെയിന് കുട്ടികൾക്കുള്ളതാണ്. അവരെ കൂടെ നമുക്ക് പാരൻസിനും കയറുന്നുണ്ടെങ്കിൽ കയറാം കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് 100 രൂപ തന്നെയാണ് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങളിത് ഈ ഒരു ട്രെയിനിൽ കയറി. ആദ്യം ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ, അതായത് ഈ മെറീന ബീച്ചിൻ്റെ ഉള്ളിൽ ആ ഒരു ഫുഡ് സ്പോട്ട് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ അവരൊരു 2-3 ട്രിപ്പ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പോകും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്കിലാണ്. ബ്രേക്കിൽ കയറിയിട്ടാണെങ്കിൽ നമ്മുടെ കഴുത്തും തലയൊക്കെ ഒരു പണിയായിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കയറിയപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരുന്നേ. പിന്നെ ഞങ്ങൾ മൂന്നാമത് കയറിയത് ഈ ഒരു സാധനത്തിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് കയറാം. പക്ഷെ ഞങ്ങൾ കയറുന്ന സമയത്ത് ആൾക്കാർ കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 6 ആൾക്കാർ മാത്രമേ കയറിയിട്ടുള്ളൂ. അത് തന്നെ നമ്മൾ അടുത്തടുത്ത് ഇരിക്കുന്നേ ഇല്ല. അവർ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് അവർ ബാക്കിയുള്ള 3 ആൾക്കാർ ഇരുത്തുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ. പിന്നെ വേറെ ഞങ്ങൾ അധികം റൈഡിലൊന്നും കയറാൻ നിന്നിട്ടില്ല. പിന്നെ അതിനുശേഷം കുറേ സമയം എടുത്തു. ഒരു 10-11 മണിയായും തോന്നി ഇത് കഴിയുമ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്.